ഹലോ, നമ്മളിന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഋതുക്കുട്ടിന് ചെറിയൊരു ഓപ്പറേഷനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എല്ലാം പ്രൊസീജിയറും കഴിഞ്ഞ് വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടങ് ടൈ ഉണ്ട് ഋതുക്കുട്ടിന്, അതായത് നാക്കിന് കെട്ടെന്നൊക്കെ പണ്ടുള്ളവർ പറയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മൈനർ ഓപ്പറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകാൻ വന്ന് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവർ അഡ്മിഷനാക്കി. നമ്മൾ ഇവിടെ വന്നിട്ട് റൂമിൽ വന്നിട്ട് ക്യാനുലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് അനിയൻ്റെ വൈഫാണ്. അവളിവിടുത്തെ സ്റ്റാഫ് നഴ്സാണ്. അപ്പം ക്യാനിലെ കയ്യിലിട്ടിട്ട് ഭയങ്കര ദേഷ്യത്തില്ല, മൊബൈലിൽ തോണ്ടാൻ പറ്റാഞ്ഞിട്ട് കുഞ്ഞിക്കുട്ടനതിന് ദേഷ്യം പിടിച്ചിരിക്കുക കേട്ടോ. ഇപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ സ്റ്റാഫ് കുഞ്ഞിക്കുട്ടനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മിഠായിയൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ വഴക്കൊന്നും ഇല്ലാണ്ട് പോയി. ഇപ്പം സർജറി കഴിഞ്ഞു, ICUവിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു എന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നതായിരുന്നു. അയ്യോ, അന്നേരം വന്ന് നോക്കുമ്പോൾ കുഞ്ഞിക്കുട്ടനെ കാണണമായിരുന്നു. എൻ്റെ ദൈവമേ, വായിന്നെല്ലാം ഫുള്ള് ബ്ലഡെല്ലാം വന്ന് മുഖത്തൊക്കെ ബ്ലഡായി ആകെ വരുത്. കണ്ടപ്പോൾ തന്നെ നമുക്കങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. ഞാനും അനിയത്തിയും കൂടി പറയുമായിരുന്നു, ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കുഞ്ഞിനെ കണ്ട. പിന്നെ മുഖമൊക്കെ തുടച്ച് ഞാൻ വൃത്തിയാക്കി എടുത്ത് അവന് ഉണർന്ന് വന്നതാണ് കുറേ കഴിഞ്ഞപ്പോൾ കേട്ടോ. ഇപ്പം ചിനുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു എഴുന്നേക്കും, കരയും, എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങും, പിന്നെയും കുറച്ച് കഴിഞ്ഞ് എഴുന്നേക്കും, കരയും. അങ്ങനെ ചിലപ്പോൾ വേദന ഈ സെഡേഷൻ്റെ എഫക്റ്റ് പോകുമ്പോൾ വേദന തുടങ്ങുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ 2 വിരൽ വായിൽ വെക്കുന്നൊരു ശീലമുണ്ട്, അതും വെക്കാൻ പറ്റുന്നില്ല. ഇത് രാവിലെ വെളുപ്പിന് ഭക്ഷണം കഴിച്ചതാണ്. ഒത്തിരി ടൈമായിപ്പം, ഈവനിങ് ആയിട്ട് നൈറ്റായി. അതുകൊണ്ട് അതിൻ്റെ ദേഷ്യമുണ്ട്, വെള്ളം കുടിക്കാനൊന്നും പറ്റാത്തതിൻ്റെ. എന്തായാലും പിന്നെ എൻ്റെ കയ്യിലിരുന്നങ്ങ് ഉറങ്ങി. ഒരു 9 മണി രാവിലെ 8:30 ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ 9 മണിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ അത്രയൊന്നും വെയിറ്റ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് കുറച്ച് സെഡേഷനിൽ നിന്ന് അത്യാവശ്യം റിക്കവറായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെള്ളം കൊടുത്തു. അതിനുശേഷം കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. ഇതാണ് നമ്മുടെ കുഞ്ഞിക്കുട്ടൻ്റെ മോണിറ്ററൊക്കെയാണ്. കണ്ടില്ലേ, ബ്ലഡായിരുന്നു എല്ലായിടത്തും. പിന്നെ ഞാൻ ഇന്ന് എല്ലാം തുടച്ച് വൃത്തിയാക്കിയെടുത്ത് ഇതാ എന്നെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിള്ളേർ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിള്ളേരുടെ സംസാരം ക്ലിയർ ആകില്ല, ഒരു കൊഞ്ഞപ്പ് മാതിരി ഉണ്ടാകും. പിന്നീട് ചിലപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ദിവസത്തെ ചെറിയൊരു ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ പ്രൊസീജിയറും കഴിഞ്ഞ് ഏതായാലും കുറച്ച് ലേറ്റ് നൈറ്റായി, എന്നാലും ഡിസ്ചാർജായി കുഞ്ഞിക്കുട്ടനുള്ള മെഡിസിനുമായിട്ട് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.